നമ്മളൊക്കെ തണ്ണിമത്തൻ കഴിക്കുന്നവർ സ്ഥിരമായി കഴിക്കുന്നവരാണ്. പക്ഷേ ഈ തണ്ണിമത്തനിൽ തന്നെ 5ഓളം ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ആ ഒരു 5 ഇനത്തെ പരിചയപ്പെടുത്തുകയാണ് കർഷകനായ സലീം മപ്രം. പറഞ്ഞോളൂ, ഇതേതാണ്? നമ്മൾ സാധാരണ കറാച്ചി എന്നൊക്കെ പറയുന്ന കിരൺ ഇനത്തിൽപ്പെട്ട വത്തക്കയാണ്. തണ്ണിമത്തൻ അടിപൊളി സാധനങ്ങളാണ് നമ്മുടെ ഒന്ന്. അടുത്ത ഇനം ഓറഞ്ച് മഞ്ച്. ഓറഞ്ച് മഞ്ച്. ഓറഞ്ച് മഞ്ച്. ഓറഞ്ച് മഞ്ച്. പിന്നെ അടുത്തത് നമ്മള് സാധാ നമ്മുടെ നാന്താരി മൈസൂർ വത്ത. നാന്താരി മൈസൂർ വത്തക്ക എന്നാണ് ഇതിന് പേര്. നമ്മൾ സാധാരണ ജൂബിലി കിങ്. ഇത് നമ്മൾ കൊല്ലം പുതിയതായിട്ട് ഇറക്കിയ യെല്ലോ മഞ്ചി. യെല്ലോ മഞ്ചി. അതുപോലെ തന്നെ ജിയ. ഇത് മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന സാധനമാണ്. ഉള്ളും മഞ്ഞ, പുറം മഞ്ഞ. വളരെ കണ്ണിന് കുളിർമയേകുന്ന കളറുകൾ, അതോടൊപ്പം മനസ്സിനെ നിറയ്ക്കുന്ന മധുരം, അതിരസകരമായ വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടിയത്തൂർ പാടത്തെത്തുക. അതിരസകരമായ ഒരു കാഴ്ച തന്നെയാണ്, മനസ്സ് നിറയുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. വളരെ വിലക്കുറവിൽ, വളരെ യാതൊരുവിധ മായവും മാലിന്യവും അല്ലെങ്കിൽ വിഷാംശങ്ങളൊന്നും അടങ്ങാത്ത കൃഷിരീതി പ്രയോജനപ്പെടുത്തി ഇവിടുത്തെ കൃഷിഭവനുമായി സഹകരിച്ച് വളരെ നല്ല രീതിയിലുള്ളൊരു കൃഷിയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാഴക്കാട് മപ്രം സ്വദേശികളായ ഒന്ന് സലീം മപ്രം, ഓസി അലി, മറ്റൊരാൾ മാവൂര് കന്നിപ്പറമ്പ് സ്വദേശി, പേരെന്തായിരുന്നു? ഗോപിനാഥൻ. ഇങ്ങനെ 3 പേരാണ് 7.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിശാലമായ ഈ ഒരു തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. സാധാരണ വത്തക്കയുടെ പുറന്തോട് പോലെ തന്നെയാണ്, പക്ഷെ ഉള്ള് മഞ്ഞ കളറിലാണ്. അസാധ്യ ടേസ്റ്റാണ്. ഇത് രുചിച്ചു നോക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടിയത്തൂർ പാടത്തെത്തിയാൽ മതി. ഇത് ഓറഞ്ച് മഞ്ച്. ഓറഞ്ച് മഞ്ചാണ്. ഭയങ്കര